കായികാരവം സദാ കവിതയായി ജ്വാലയാം തിരി ഇതാ തെളിമയായി മനസ്സാകെയുണരാൻ കാത്ത് നിന്ന് ചാരേ ഒരുതി മുന്നേറും തണലിനാരോഗ്യം മനതാര് വിടരാൻ നേരമിഴിയായി ഇവിടിതാ തുടങ്ങയായി ഓ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ചിത്രേഷ് നടേശൻ. കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി കേരള ഒളിമ്പിക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സായി NLCPയുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ഓൺലൈൻ ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് സ്പോർട്സ് അവയർനെസ് സ്റ്റേ ഫിറ്റ് എന്ന പ്രോഗ്രാമിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നതോടൊപ്പം ഈ പ്രോഗ്രാം കാണുന്ന വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ തീർച്ചയായും ഈ പ്രോഗ്രാം കണ്ട് വീട്ടിൽ തന്നെ ഇരുന്ന് പരിശീലിക്കണം. കാരണം ഈ ഒരു സാഹചര്യത്തിൽ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. സോ സ്റ്റേ ഫിറ്റ്, സ്റ്റേ സേഫ്. യോഗ പരിശീലന പരിപാടിയിലേക്ക് സ്വാഗതം. ഭാരതം ലോകത്തിന് നൽകിയ അമൂല്യമായ സംഭാവനയാണ് യോഗ. ലളിതവും സമഗ്രവുമായ ഒരു ആരോഗ്യ പദ്ധതിയും ഒരു വ്യായാമ മുറയുമാണ് യോഗ. ഇന്ന് ലോകം യോഗയുടെ പിന്നാലെയാണ്. ഇന്ന് കുട്ടികളും മുഴുവൻ സമൂഹവും വീട്ടിൽ ഒതുങ്ങിക്കൂടിയിരിക്കുകയാണ്. ഈ കോവിഡ് പശ്ചാത്തലത്തിൽ നമുക്കങ്ങനെ ഇരുന്നാലേ മതിയാകും. പക്ഷേ നമ്മുടെ ശാരീരികവും മാനസികവുമായ അവസ്ഥ വളരെയേറെ മോശമായിക്കൊണ്ടിരിക്കുന്നു, പ്രത്യേകിച്ചും കുട്ടികളിൽ. ഇത്തരം സാഹചര്യത്തെ അതിജീവിക്കുവാൻ ലളിതമായ ചില പരിശീലനങ്ങൾ നടത്തേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ലളിതമായ ഒരു യോഗ പരിശീലന പരിപാടിയാണ് അവതരിപ്പിക്കുന്നത്. എല്ലാ ദിവസവും അരമണിക്കൂർ അല്ലെങ്കിൽ 35 മിനിറ്റ് ഈ പരിശീലന പരിപാടി പരിശീലിക്കുന്നതിലൂടെ ശൈലീരോഗങ്ങളെ പ്രതിരോധിക്കുവാനും അതോടൊപ്പം മാനസിക ശാരീരിക ക്ഷമത വീണ്ടെടുക്കുവാനും നമുക്ക് സാധിക്കുന്നു. യോഗ പരിശീലനത്തിന് വിവിധ ഘട്ടങ്ങളുണ്ട്. ഒന്നാമത്തെ ഘട്ടം ഒരു ചെറിയ വിശ്രമാസനമാണ്. പല രീതികളിലും യോഗ പരിശീലിക്കുന്നുണ്ട്. നാം ഇന്നിവിടെ പരിശീലിക്കുന്നതിൽ ആദ്യത്തെ ഘട്ടം ഒരു വിശ്രമാസനമാണ്, നിന്നുകൊണ്ടുള്ളത്. തുടർന്ന് സൂക്ഷ്മ ശിഥിലീകരണ വ്യായാമങ്ങളാണ്, അതായത് വാമിംഗ് അപ്പ് എക്സസൈസ്. ശരീരത്തിലെ സന്ധികളെയും പേശികളെയും ആസനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി വഴക്കിയെടുക്കുന്നതാണ് സൂക്ഷ്മ ശിഥിലീകരണ വ്യായാമങ്ങൾ. ആസനങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് തീർച്ചയായും സൂക്ഷ്മ ശിഥിലീകരണ വ്യായാമങ്ങൾ പരിശീലിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് സൂക്ഷ്മ ശിഥിലീകരണ വ്യായാമത്തിലേക്ക് പോകാം. ആധുനിക സമൂഹത്തിൽ നാം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മുടെ കണ്ണുകളാണ്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ COVID-19 കാരണം മുഴുവൻ കുട്ടികളും ഇന്ന് വീടുകളിൽ ഇരിക്കുകയാണ്. അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് മൊബൈൽ ഫോൺ, TV, കമ്പ്യൂട്ടർ ഇവയാണ്. ഇത് കുട്ടികളിൽ കണ്ണുകൾക്ക് വളരെയേറെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഇത്തരം സാഹചര്യത്തെ അതിജീവിക്കുവാൻ നമുക്ക് കണ്ണിന് ഒരു എക്സസൈസ് ആയാലോ? ഈ എക്സസൈസ് കണ്ണിൻ്റെ പ്രശ്നങ്ങളെ കുറയ്ക്കുവാൻ സഹായിക്കുന്നു. ദിവസവും ഇത് പരിശീലിക്കുന്നതിലൂടെ കണ്ണിനുണ്ടാകുന്ന ആയാസം, സ്ട്രെസ് ഇവ കുറയ്ക്കുവാൻ സഹായിക്കുന്നു. ഇനി നമുക്കൊന്ന് പരിശീലിച്ചാലോ? ആദ്യം കണ്ണുകൾ നല്ലവണ്ണം തുറക്കുക, നല്ലവണ്ണം തുറക്കുക, പിടിക്കുക. ഇനി സാവധാന കണ്ണുകൾ അടയ്ക്കുക, വീണ്ടും തുറക്കുക, അടയ്ക്കുക, വീണ്ടും നല്ലവണ്ണം തുറക്കുക, സാവധാനം അടയ്ക്കുക. ഇനി സാവധാനം തുറന്നുകൊണ്ട് കണ്ണിനെ ചലിപ്പിക്കുക, വലത്തോട്ടും ഇടത്തോട്ടും ചലിപ്പിക്കുക. എങ്ങനെയാണ് വലത്തോട്ടും ഇടത്തോട്ടും ചലിപ്പിക്കുക? റൈറ്റിലേക്ക് ഇങ്ങനെ നോക്കുക, തുടർന്ന് ലെഫ്റ്റിലേക്ക്, റൈറ്റ് ലെഫ്റ്റ്. ഇത് ചെയ്യുമ്പോൾ തല അനങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണം. റൈറ്റ് ലെഫ്റ്റ്, റൈറ്റ് ലെഫ്റ്റ്, റൈറ്റ് ലെഫ്റ്റ്.
സാവധാനം കണ്ണുകൾ അടയ്ക്കുക. വീണ്ടും കണ്ണുകൾ തുറന്നുകൊണ്ട് മുകളിലേക്കും താഴേക്കും നോക്കുക. തല അനങ്ങാതെ ചിലർ ചെയ്യുമ്പോൾ തല ഇങ്ങനെ മുകളിലോട്ടും താഴോട്ടും അനങ്ങും. അത് പാടില്ല. തല അനങ്ങാതെ മുകളിലേക്കും താഴേക്കും കണ്ണ് ചലിപ്പിക്കുക. നേരെ നോക്കിയിരിക്കുക. അപ്പ് ഡൗൺ, അപ്പ് ഡൗൺ, അപ്പ് ഡൗൺ, അപ്പ് ഡൗൺ. കണ്ണുകൾ സാവധാനം അടയ്ക്കുക. 10 സെക്കൻഡെങ്കിലും അവിടെ ഇങ്ങനെ തന്നെ തുടരുക. പിന്നെ സാവധാനം കണ്ണുകൾ തുറക്കുക. ഇനി 2 കോണുകളിലേക്കാണ് നോക്കേണ്ടത്. കോണുകൾ എന്ന് പറഞ്ഞാൽ റൈറ്റിൻ്റെ മുകളിലേക്കും ലെഫ്റ്റ് ഡൗണിലേക്കും. റൈറ്റ് അപ്പ് നമുക്ക് നോക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഈ കണ്ണിൻ്റെ ഈ ഭാഗത്ത് നിന്ന് കൈ ഇതുപോലെ ഉയർത്തിപ്പിടിക്കുക. എന്നിട്ട് ഇങ്ങനെ നോക്കുക. റൈറ്റ് അപ്പ്, ലെഫ്റ്റ് ഡൗൺ. കൈ ഇതുപോലെ താഴ്ത്തി പിടിക്കുക. റൈറ്റ് അപ്പ്, ലെഫ്റ്റ് ഡൗൺ, റൈറ്റ് അപ്പ്, ലെഫ്റ്റ് ഡൗൺ. ഇനി തിരിച്ച് പിടിക്കുക. ലെഫ്റ്റ് അപ്പ്, റൈറ്റ് ഡൗൺ. ഇനി നേരെ വരിക. ഇനി കണ്ണിനെ റൊട്ടേറ്റ് ചെയ്യുക. അത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണ്? റൈറ്റ് അപ്പ്, ലെഫ്റ്റ് ഡൗൺ, റൈറ്റ് അപ്പ്, ലെഫ്റ്റ് ഡൗൺ, റൈറ്റ് അപ്പ്, ലെഫ്റ്റ് ഡൗൺ. ഇനി ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ലെഫ്റ്റ് അപ്പ്, റൈറ്റ് ഡൗൺ, ലെഫ്റ്റ് അപ്പ്, റൈറ്റ് ഡൗൺ, ലെഫ്റ്റ് അപ്പ്, റൈറ്റ് ഡൗൺ. ഇനി ഇത് ശ്വാസത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ടും ഇങ്ങനെ ചെയ്യാം. ശ്വാസം എടുത്തുകൊണ്ട് റൈറ്റിലേക്ക് നോക്കുക. റൈറ്റ്, എക്സേൽ, ലെഫ്റ്റ്, ഇൻഹേൽ റൈറ്റ്, എക്സേൽ ലെഫ്റ്റ്, ഇൻഹേൽ റൈറ്റ്, എക്സേൽ ലെഫ്റ്റ്. ഇനി നേരെ കൊണ്ടുവരിക. ഇൻഹേൽ അപ്പ്, എക്സേൽ ഡൗൺ, ഇൻഹേൽ അപ്പ്, എക്സേൽ ഡൗൺ, ഇൻഹേൽ അപ്പ്, എക്സേൽ ഡൗൺ. ഇനി ഡയഗണലായിട്ട് ഇൻഹേൽ റൈറ്റ് അപ്പ്, എക്സേൽ ലെഫ്റ്റ് ഡൗൺ, ഇൻഹേൽ റൈറ്റ് അപ്പ്, എക്സേൽ ലെഫ്റ്റ് ഡൗൺ, ഇൻഹേൽ റൈറ്റ് അപ്പ്, എക്സേൽ ലെഫ്റ്റ് ഡൗൺ. ഇനി തിരിച്ച് ഇൻഹേൽ ലെഫ്റ്റ് അപ്പ്, എക്സേൽ റൈറ്റ് ഡൗൺ, ഇൻഹേൽ ലെഫ്റ്റ് അപ്പ്, എക്സേൽ റൈറ്റ് ഡൗൺ, ഇൻഹേൽ ലെഫ്റ്റ് അപ്പ്, എക്സേൽ റൈറ്റ് ഡൗൺ. ഇനി സ്ട്രൈറ്റ് ആവുക. ഇനി റൊട്ടേറ്റ് ചെയ്യുക. ഇൻഹേൽ, തിരിച്ച് ഓപ്പോസിറ്റ്, എക്സേൽ, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ. ഇനി സാവധാനം കണ്ണുകൾ അടയ്ക്കുക. അടച്ച് നല്ലവണ്ണം മുറുക്കി ഒന്ന് പിടിക്കുക. ഇനി ശാന്തമാക്കി വയ്ക്കുക. 30 സെക്കൻഡ് ഇങ്ങനെ തന്നെ ഇരിക്കുക. കണ്ണിന് മാത്രം ശ്രദ്ധയായിരിക്കും. കണ്ണ് ശാന്തമാകുന്നതും മനസ്സ് ശാന്തമാകുന്നതും ശ്രദ്ധിച്ചിരിക്കുക. ഇനി കൈകൾ രണ്ടും നല്ലോണം ചൂടാക്കി ഈ കൈയുടെ ഈ 2 ഭാഗം സാവധാനം കണ്ണിന് മുകളിലേക്ക് ബലം പ്രയോഗിക്കാതെ വെക്കുക. അങ്ങനെ തന്നെ 5 മുതൽ 10 സെക്കൻഡ് വരെ തുടരുക. ഇനി സാവധാനം കൈ താഴ്ത്തുക. സാവധാനം കണ്ണുകൾ തുറക്കുക. ഇങ്ങനെ ദിവസവും ഈ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ കണ്ണിൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിയുന്നതോടൊപ്പം കണ്ണിന് ഉണ്ടാവുന്ന സ്ട്രെയിനുകൾ ഇല്ലാതാക്കാൻ സാധിക്കും. മൊബൈൽ, TV, കമ്പ്യൂട്ടർ ഇവയുടെ ഉപയോഗത്തിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളെ ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിയും. നിങ്ങളെല്ലാവരും എല്ലാ ദിവസവും ഈ എക്സസൈസ് എല്ലാവരും ചെയ്യുക. ചെയ്യുന്നതിലൂടെ TV, മൊബൈൽ, കമ്പ്യൂട്ടർ ഇവയുടെ ഉപയോഗത്തിലൂടെ ഉണ്ടാകുന്ന കണ്ണിൻ്റെ സ്ട്രെയിൻ കുറയ്ക്കുവാൻ സാധിക്കും. അതോടൊപ്പം കണ്ണിന് കൂടുതൽ ശാന്തത ലഭിക്കും. കണ്ണിൻ്റെ ആരോഗ്യ സംരക്ഷണത്തിന് ഏറ്റവും മികച്ച ഒരു എക്സസൈസാണ് ഈ കണ്ണിൻ്റെ എക്സസൈസ്. ഇത് തുടർച്ചയായി ചെയ്യുക. കണ്ണിനും മനസ്സിനും ശാന്തിയും സമാധാനവും ഉണ്ടാകട്ടെ. സൂക്ഷ്മ ശിഥിലീകരണ വ്യായാമം
അല്ലെങ്കിൽ വാമപ്പിംഗ് എക്സസൈസ്. അത് തുടങ്ങുന്നതിന് മുൻപ് ഒരു വിശ്രമാസനത്തിലാണ് തുടങ്ങുന്നത്. കാലുകൾ ഒരടി അകലത്തിൽ വയ്ക്കുക. കൈകൾ ശരീരത്തിൽ നിന്ന് അല്പം അകറ്റി വയ്ക്കുക. ഈ കാണുന്നത് പോലെ തല നിവർത്തി വെക്കുക. കണ്ണുകൾ സാവധാനം അടച്ച് ശ്വാസത്തിൽ ശ്രദ്ധിക്കുക. ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ. സാവധാനം കാലുകൾ കൂട്ടിച്ചേർത്ത് വെക്കുക. കൈകൾ ശരീരത്തോട് ചേർത്ത് വെക്കുക. കണ്ണുകൾ സാവധാനം തുറക്കുക. കണ്ണ് തുറക്കുക. ഒന്നാമത്തെ വാമപ്പിംഗ് എക്സസൈസ്. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കൈകൾ ഇരുവശങ്ങളിലൂടെ സാവധാനം ഉയർത്തുക. ഇൻഹേൽ. കൈകൾ കോർത്ത് പിടിക്കുക. കൈപ്പത്തി തിരിക്കുക. തിരിക്കുന്നതിനോടൊപ്പം ഉപ്പൂറ്റി സാവധാനം ഉയർത്തുക. കൈപ്പത്തി തിരിച്ചുകൊണ്ട് ഉപ്പൂറ്റി സാവധാനം ഉയർത്തുക. എക്സേൽ ചെയ്തുകൊണ്ട് സാവധാനം പഴയ പൊസിഷനിലേക്ക് വരിക. എക്സേൽ. ഒരു പ്രാവശ്യം കൂടെ. ഇൻഹേൽ, ഇന്റർലോക്ക്. സാവധാനം തിരിക്കുക. ഉപ്പൂറ്റി ഉയർത്തുക. അതോടൊപ്പം എക്സേൽ. രണ്ടാമത്തെ എക്സസൈസ് കഴുത്തിൻ്റെ എക്സസൈസ് ആണ്. കഴുത്ത് ശ്വാസം ക്രമീകരിച്ചുകൊണ്ട് കഴുത്ത് വശങ്ങളിലേക്ക് ചരിക്കുന്നതാണ്. ആദ്യം ദീർഘമായ ശ്വാസം എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഇടതുവശത്തേക്ക് തല ചരിക്കുക. എക്സേൽ. ഇൻഹേൽ, സ്ട്രൈറ്റ്. എക്സേൽ, റൈറ്റ്. Inhale, straight. Exhale, left. Inhale, straight. Exhale, right. And inhale, straight. ശ്വാസം പുറത്തേക്ക് വിടുക. ഇനി തല ഷോൾഡറിൽ ടച്ച് ചെയ്യുക. ലെഫ്റ്റ് സൈഡിലേക്ക് ആദ്യം ശ്വാസം എടുക്കുക. ഇൻഹേൽ, exhale, inhale, right exhale, inhale, left exhale, inhale, right exhale, inhale, straight, exhale. ബലം പ്രയോഗിച്ച് ഷോൾഡറിൽ തൊടേണ്ട ആവശ്യമില്ല. നമുക്ക് കഴിയുന്നത്ര ചെയ്താൽ മതിയാകും. ഇനി ശ്വാസം എടുത്തുകൊണ്ട് തല പിന്നിലേക്കും മുന്നിലേക്കും കുനിക്കുന്നതാണ്. ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, exhale, inhale, straight. ശ്വാസം സാവധാനം പുറത്തേക്ക് വിടുക. കൈകൾ രണ്ടും ഷോൾഡറിന് സമാന്തരമായി മുന്നിലേക്ക് ഉയർത്തി വയ്ക്കുക. കൈപ്പത്തിയിലേക്ക് ശ്രദ്ധിക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കൈപ്പത്തി താഴേക്ക് ചലിപ്പിക്കുക. ഇൻഹേൽ, തിരിച്ച് എക്സേൽ, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ. അങ്ങനെ നിന്നുകൊണ്ട് കൈകൾ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, കൈപ്പത്തികൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ചലിപ്പിക്കുക. ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, exhale, inhale, exhale, and straight.
കൈ രണ്ട് വശങ്ങളിലേക്ക് ചലിപ്പിക്കുക. ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ. സാവധാനം കൈകൾ താഴ്ത്തിയിടുക. വീണ്ടും കൈകൾ മുന്നിലേക്ക് നിവർത്തി പിടിക്കുക. കൈ മുറുക്കി പിടിക്കുക. ശക്തിയായി ശ്വാസം പുറത്തേക്ക് വിടുന്നതിനോടൊപ്പം കൈ നിവർത്തുക. കൈ വിരലുകൾ നിവർത്തുക. ഒരുമിച്ചായിരിക്കും. ശ്വാസം പുറത്തേക്ക് മാത്രം വിട്ടുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. രണ്ട് പ്രവൃത്തികൾ ഒരുമിച്ചാണ് നടക്കുന്നത്. ഒരു ബ്രെയിൻ കോർഡിനേഷനാണ്. നമുക്ക് നോക്കാം. ആദ്യം ശ്വാസം അകത്തേക്ക് എടുക്കുക. ശക്തിയായി ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് എക്സേൽ എന്ന് പറയുമ്പോൾ കൈ ഓപ്പൺ ചെയ്യുകയും ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യണം. എക്സേൽ, 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 എക്സേൽ. കാലുകൾ ചേർത്ത് വെക്കുക. കൈകൾ ശരീരത്തോട് ചേർത്ത് വെക്കുക. സാവധാനം കണ്ണുകൾ തുറക്കുക. കൈകൾ മുന്നിലേക്ക് നിവർത്തി വെക്കുക. ഒന്ന് തിരിക്കുക. കൈപ്പത്തികൾ ഷോൾഡറിൽ ടച്ച് ചെയ്യുക. കൈമുട്ടുകൾ പരസ്പരം ചേർത്ത് വെക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒന്ന് വട്ടം ചുറ്റുക. ഇൻഹേൽ. തിരിച്ച് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എക്സേൽ. ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ. കൈകൾ താഴ്ത്തിയിടുക. കൈകൾ വീണ്ടും മുന്നിലേക്ക് നിവർത്തിപ്പിടിക്കുക. കൈപ്പത്തികൾ പരസ്പരം ചേർന്നിരിക്കട്ടെ. ഇനി ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കൈകൾ പിന്നിലേക്ക് നീട്ടുക. ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ. കൈകൾ താഴ്ത്തി കൊണ്ടുവരിക. കൈപ്പത്തികൾ പരസ്പരം ചേർത്ത് പിടിക്കുക. ഈ കാണുന്നത് പോലെ ചേർത്ത് പിടിക്കുക. ഇതാണ് ആ പൊസിഷൻ. ഇനി ഈ കൈകൾ രണ്ടും പിന്നിലൂടെ എടുത്ത് ബാക്കിൽ നട്ടലിനും ഹിപ്പിനോടും ചേർത്ത് വെക്കുക. നെഞ്ച് നല്ലവണ്ണം ഉയർന്നിരിക്കട്ടെ. ഇനി ശ്വാസം എടുത്തുകൊണ്ട് പിന്നിലേക്ക് അല്പം വളയുക. ഇൻഹേൽ. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് മുന്നിലേക്ക് കുനിയുക. എക്സേൽ. തല മുന്നിലേക്കായിരിക്കും. വീണ്ടും ഇൻഹേൽ, ബാക്ക്, എക്സേൽ, ഫോർവേഡ്, ഇൻഹേൽ, സ്ട്രൈറ്റ്, എക്സേൽ, ഹാൻഡ്സ് ഡൗൺ. വെരി ഗുഡ്. കൈകൾ രണ്ട് ഹിപ്പിലേക്ക് വെക്കുക. വലത് കാല് സൈഡിലേക്ക് ചലിപ്പിക്കുക. 1, തിരിച്ചു കൊണ്ടുവരിക. 2, തിരിച്ചു കൊണ്ടുവരിക. വീണ്ടും വലത് കാല് 1, തിരിച്ചു കൊണ്ടുവരിക. ഇടത് കാല് തിരിച്ചു കൊണ്ടുവരിക. മുന്നിലേക്ക്. വലത് കാല് പിന്നിലേക്ക്. മുന്നിലേക്ക്, പിന്നിലേക്ക്. ഡൗൺ ചെയ്ത് വെക്കുക. ഇടത് കാല് മുന്നിലേക്ക്, പിന്നിലേക്ക്. മുന്നിലേക്ക് കൊണ്ടുവരിക. തിരിച്ച് പിന്നിലേക്ക്. ഇനി താഴ്ത്തി വെക്കുക. ഇടത് കാല് ഒന്ന് ഉയർത്തി മടക്കി വെക്കുക. മടക്കുകയും നിവർക്കുകയും ചെയ്യുക. 1, 2, 3, 4 and 5. കാല് താഴ്ത്തി വെക്കുക. ഇടത് കാല് മുന്നിലേക്ക് വെക്കുക. 1, 2, 3, 4, 5.
കാല് താഴ്ത്തി വെക്കുക. വലത് കാല് മുന്നിലേക്ക് നിവർത്തി പിടിക്കുക. പാദത്തിലേക്ക് ശ്രദ്ധിക്കുക. പാദം മുന്നിലേക്ക് തള്ളുക. പിന്നിലേക്ക് പിടിക്കുക. വീണ്ടും മുന്നിലേക്ക് തള്ളുക. പിന്നിലേക്ക് പിടിക്കുക. ഫോർവേഡ്, ബാക്ക്വേഡ്. ഇനി സൈഡിലേക്ക് ചരിക്കുക. തിരിച്ച് പിടിക്കുക. വീണ്ടും സൈഡിലേക്ക് ചരിക്കുക. തിരിച്ച് പിടിക്കുക. കാല് താഴ്ത്തി വെക്കുക. ഇടതുകാലം മുന്നിലേക്ക് നിവർത്തി വെക്കുക. പാദം മുന്നിലേക്ക് തള്ളുക. ഫോർവേഡ്, ബാക്ക്വേഡ്, ഫോർവേഡ്, ബാക്ക്വേഡ്, ഫോർവേഡ്, ബാക്ക്വേഡ്. സൈഡിലേക്ക് ചരിക്കുക. തിരിച്ചു വരിക. വീണ്ടും സൈഡിലേക്ക് ചരിക്കുക. തിരിച്ചു വരിക. കാലുകൾ ചേർത്ത് വെക്കുക. കൈകൾ താഴ്ത്തിയിടുക. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കൈകൾ വശങ്ങളിലൂടെ ഉയർത്തുക. ഇൻഹേൽ. കൈപ്പത്തി മുന്നിലേക്കായിരിക്കും. ഒരല്പ പിന്നിലേക്ക് വളയുക. എക്സേൽ ചെയ്തുകൊണ്ട് മുന്നിലേക്ക് കുനിഞ്ഞ് കൈപ്പത്തി പാദത്തിന് മുന്നിലായി തറയിൽ സ്പർശിക്കാൻ ശ്രമിക്കുക. സ്പർശിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കഴിയുന്നത്ര പോയാൽ മതിയാവും. വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് ഉയർന്നു വരിക. പിന്നിലേക്ക് വളയുക. എക്സേൽ, ഫോർവേഡ്. Inhale, straight. Exhale, hands down. Relax. കാലുകൾ അകറ്റി, കൈകൾ അകറ്റി വെച്ച് കണ്ണുകൾ അടച്ച് ശ്വാസത്തിൽ ശ്രദ്ധിച്ച് നിൽക്കുക. സൂക്ഷ്മ ശിഥിലീകരണ വ്യായാമങ്ങൾക്കും കണ്ണുകളുടെ വ്യായാമങ്ങൾക്കും ശേഷം നാം ചെയ്യേണ്ടത് ആസനങ്ങളാണ്. ആസനങ്ങൾ എന്ന എക്സസൈസ് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പോസ്റ്റേഴ്സ് എന്ന് പറയും. നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും സന്തുലിതാവസ്ഥയും ആരോഗ്യ കായികക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എക്സസൈസുകളാണ് ശരിക്കും ആസനങ്ങൾ. മനസ്സിൻ്റെ സന്തുലിതാവസ്ഥ, ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥ ഇവയെല്ലാം മികച്ചതാക്കുന്ന ചില ആസനങ്ങളാണ് നാം ഇവിടെ പരിശീലിക്കുന്നത്. കൈകളുടെയും കാലുകളുടെയും ശരീരത്തിൻ്റെയും പൂർണ്ണമായ ബലം നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട്. അതോടൊപ്പം മനസ്സിനും ബലമായാലോ? അത്തരത്തിൽ മനസ്സിനും ശരീരത്തിനും ബലവും ബാലൻസിങ്ങും നൽകുന്ന ഒരാസനമുണ്ട്. ആ ആസനത്തിൻ്റെ പേരാണ് വീരഭദ്രാസനം. വ്യത്യസ്ത ടൈപ്പുകളിൽ വീരഭദ്രാസനമുണ്ട്. ഇതിൽ വീരഭദ്രാസനത്തിൻ്റെ ഒരു വേരിയേഷനാണ് നാം ഇവിടെ പരിശീലിക്കുന്നത്. കാലുകൾ ചേർത്ത് വെക്കുക. കൈകൾ ശരീരത്തോട് ചേർത്ത് വെക്കുക. കാലുകൾ 3 അടി മുതൽ 4 അടി അകലം വരെ അകറ്റി വെക്കുക. ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ രണ്ടും വശങ്ങളിലേക്ക് ഉയർത്തുക. ഇൻഹേൽ. ഇടത് കാൽ പാദം 90 ഡിഗ്രി ചരിക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഹിപ്പ് താഴേക്ക് താഴ്ത്തുക. തല അല്പം തിരിച്ച് ഇടതു ഭാഗത്തേക്ക്. വലതു തൈ മസിൽസ് തറയ്ക്ക് പാരലലായിരിക്കും. കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കുവാനും ബാലൻസ് വർദ്ധിപ്പിക്കുവാനും ഏറ്റവും മികച്ച ആസനങ്ങളിൽ ഒന്നാണ് വീരഭദ്രാസനം 2. മനസ്സിനും ശരീരത്തിനും സ്ഥിരത ലഭിക്കുന്നു. ശ്വാസം എടുത്തുകൊണ്ട് സാവധാനം നിവർന്നു വരിക. തല തിരിക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈകൾ താഴ്ത്തുന്നതിനോടൊപ്പം കാലുകൾ സാവധാനം അടുപ്പിച്ച് വിശ്രമാസനത്തിലെത്തുക. കാലുകൾ 3 അടി മുതൽ 4 അടി വരെ അകലത്തിൽ വെക്കുക. ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ രണ്ടും വശങ്ങളിലൂടെ ഉയർത്തുക. ഇടത് പാദം 90 ഡിഗ്രി തിരിക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഹിപ്പ് താഴ്ത്തുന്നതിനോടൊപ്പം കാൽമുട്ട് മടക്കുക. ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് തല തിരിക്കുക. ഇടത് കൈയുടെ നടുവിരലിൻ്റെ അഗ്രത്തിലേക്ക് നോക്കുക. ശ്വാസം എടുത്തുകൊണ്ട് സാവധാനം തിരിച്ചു വരിക. തല തിരിക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈകൾ താഴ്ത്തുന്നതിനോടൊപ്പം കാലുകൾ ചേർത്ത് വിശ്രമാസനത്തിൽ വരിക. ഇന്ന്
എല്ലാവരും വയറിൻ്റെ ഭംഗിയെക്കുറിച്ചാണ് ചിന്തിക്കാറുള്ളത്. 6 പാക്ക് അല്ലെങ്കിൽ ഒതുങ്ങിയ വയർ. അങ്ങനെ ഒരു ഒതുങ്ങിയ വയറുള്ള ആളിനെ കാണാൻ അല്ലെങ്കിൽ ഋത്തിക് റോഷനെ എല്ലാവർക്കും ഇഷ്ടമല്ലേ? അത്തരത്തിൽ നമുക്ക് ഒതുങ്ങിയ വയറും ആരോഗ്യമുള്ള ശരീരവും ഉണ്ടാക്കിയെടുക്കുന്നതിന് ഒരാസനമുണ്ട്. ഒരുപാട് ആസനങ്ങളുണ്ട്. പക്ഷേ വയറ് പെട്ടെന്ന് കുറയ്ക്കുവാനും അതോടൊപ്പം ശരീരത്തിലെ ഇൻറ്റേർണൽ ഓർഗാൻസിന് കൂടുതൽ ശക്തി പകരുന്നതുമായ ഒരാസനം നമുക്ക് പരിശീലിക്കാം. അതിൻ്റെ പേരാണ് പാദഹസ്താസനം. നമുക്ക് പാദഹസ്താസനത്തിലേക്ക് പോകാം. കാലുകൾ ചേർത്ത് വെക്കുക, കൈകൾ ശരീരത്തോട് ചേർത്ത് വെക്കുക. ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ വശങ്ങളിലൂടെ ഉയർത്തുക. ഇൻഹേൽ. കൈപ്പത്തി തിരിച്ചു വെക്കുക, കൈപ്പത്തി മുന്നിലേക്ക് തിരിച്ചു വെക്കുക. എക്സേൽ ചെയ്തുകൊണ്ട് മുന്നിലേക്ക് കുനിഞ്ഞ് തറയിൽ സ്പർശിക്കുക. എക്സേൽ, നോട്ടം മുന്നിലേക്ക്. കൈപ്പത്തികൾ പാദങ്ങൾക്ക് ഇരുവശവുമായി നിലത്ത് സ്പർശിച്ചു വെക്കുക. പാദങ്ങളോട് ചേർന്നിരിക്കട്ടെ. പാദങ്ങളും കൈകളും ഒരേ അലൈൻമെന്റിൽ നെറ്റി മുട്ടിൽ സ്പർശിക്കാൻ ശ്രമിക്കുക. കഴിയാത്തവർ അത് ചെയ്യരുത്. എത്രയാണോ കഴിയുന്നത് അത്ര മാത്രം ചെയ്താൽ മതിയാകും. വയറിലെ കൊഴുപ്പ് നീക്കുവാനും ആന്തരിക അവയവങ്ങൾക്ക് കൂടുതൽ മികവ് ലഭിക്കുവാനും ഈ ആസനം ഗുണപ്രദമാണ്. ഗ്യാസ്ട്രിക് പ്രോബ്ലം ഇല്ലാതാക്കുന്നു. ശരീരത്തിന് കൂടുതൽ പ്രവർത്തനക്ഷമമാക്കുന്നു. ശ്വാസം എടുത്തുകൊണ്ട് മുന്നിലേക്ക് കൈകൾ നീട്ടി തിരിച്ചു വരിക. ഇൻഹേൽ. എക്സേൽ ചെയ്തുകൊണ്ട് കൈകൾ താഴ്ത്തുക. എക്സേൽ. വിശ്രമാസനം. കാലുകൾ അകറ്റി കൈകൾ അകറ്റി വിശ്രമാസനത്തിൽ നിൽക്കുക. ശാന്തമായിരിക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? എപ്പോഴും ശാന്തമായിരിക്കണമെങ്കിൽ മനസ്സ് ശാന്തമാകണ്ടേ? അങ്ങനെയാണെങ്കിൽ മനസ്സ് ശാന്തമാക്കുവാൻ പറ്റിയ ഒരു ആസനമുണ്ട്. ഈ ആസനത്തിനൊരു പ്രത്യേകത കൂടെയുണ്ട്. ഭക്ഷണം കഴിഞ്ഞാലും ചെയ്യാവുന്ന ഒരാസനം കൂടെയാണ്. പേര് തന്നെ ഭയങ്കര ശക്തമായ പേരുള്ള ഒരാസനമാണ് വജ്രാസനം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വജ്രാസനം ഒന്ന് പരിശീലിക്കാം. കൈകൾ മുന്നിലേക്ക് നിവർത്തുക. സാവധാനം ഓരോ കാലുകളായി മടക്കി മുട്ടിന്മേലിരിക്കുക. ബട്ടക്സ് പിന്നിലേക്ക് വെച്ച് ഉപ്പൂറ്റിയുടെ മുകളിൽ ബട്ടക്സ് വെക്കുക. കൈകൾ താഴ്ത്തി മുട്ടിൻ്റെ മുകളിലേക്ക് വെക്കുക. കണ്ണുകൾ അടച്ച് ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുക. ഇതൊരു മെഡിറ്റേറ്റീവ് ആസനമാണ്. ഏകാഗ്രത മെച്ചപ്പെടുത്തുവാനും ഏകാഗ്രത വർദ്ധിപ്പിക്കുവാനും ഇത് സഹായിക്കുന്നു. മനസ്സിനെയും ശരീരത്തിനെയും ശാന്തമാക്കുവാൻ ഈ ആസനം ഏറെ ഗുണപ്രദമാണ്. നമ്മുടെ ബ്രെയിൻ കൂടുതൽ ഷാർപ്പനായാൽ എങ്ങനെയിരിക്കും? നമ്മുടെ ചിന്താശക്തികൾ വർദ്ധിക്കും, മനസ്സ് ശാന്തമാകും, ഏത് തീരുമാനങ്ങൾ എടുക്കുവാനുമുള്ള കഴിവും നമുക്കുണ്ടാകും. അത്തരത്തിൽ കഴിവ് വർദ്ധിപ്പിക്കുകയും ബ്രെയിനിലേക്ക് കൂടുതൽ ബ്ലഡ് സർക്കുലേഷൻ എത്തിച്ച് നമ്മുടെ എൻസൈംസുകളെ ശാന്തമാക്കുകയും അതായത് എൻസൈംസുകളെ പ്രവർത്തനത്തെ മികച്ചതാക്കുകയും ചെയ്യുന്ന ഒരാസനമുണ്ട്. ആസനത്തിൻ്റെ പേരാണ് ശശാങ്കാസനം. ചിലരതിനെ ശശാസനം എന്നും പറയാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ദിനവും പരിശീലിക്കാൻ ആ ആസനം ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കത് പരിശീലിച്ചാലോ? സാവധാനം കണ്ണുകൾ തുറക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കൈകൾ ഇരുവശങ്ങളിലൂടെ ഉയർത്തുക. കൈപ്പത്തി മുന്നിലേക്കായിരിക്കും. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് മുന്നിലേക്ക് കുനിഞ്ഞ് തറയിൽ നെറ്റി സ്പർശിക്കുക. എക്സേൽ. കൈപ്പത്തി തറയിൽ പതിയട്ടെ. ശശാങ്കാസനം ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുന്നു. കുട്ടികൾക്ക് ഏറ്റവും ഗുണപ്രദമായ ആസനമാണ്. ഏകാഗ്രത വർദ്ധിക്കുന്നു. ബ്രെയിനിൻ്റെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുന്നു. ഇൻഹേൽ.
തിരിച്ചു വരിക. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇൻഹേൽ. എക്സേൽ ചെയ്തുകൊണ്ട് കൈകൾ വശങ്ങളിലൂടെ താഴ്ത്തുക. എക്സേൽ. കൈ പിന്നിലേക്ക് വെച്ച് മുന്നിലേക്ക് കുനിഞ്ഞ് നെറ്റി താഴ്ത്തിക്കൊണ്ടുവരിക. ബാലാസനം ഇതൊരു വിശ്രമാസനമാണ്. മനസ്സിനും ശരീരത്തിനും ശാന്തത ലഭിക്കുവാൻ ബാലാസനം ഉചിതമാണ്. സാവധാനം നിവർന്നു വരിക. ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും അധികം എല്ലാവരും അനുഭവിക്കുന്ന, കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ബാക്ക് പെയിൻ. ആ ബാക്ക് പെയിൻ ഒത്തിരി ആൾക്കാരെ അലട്ടുന്നുണ്ട്. അതിന് പ്രതിരോധിക്കുവാൻ നമുക്കൊരാസനമുണ്ട്. അപ്പം നമ്മൾ പ്രകൃതിയിൽ നിന്ന് കണ്ടെത്തിയതാണ്. ആസനങ്ങളെല്ലാം തന്നെ പ്രകൃതിയിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ളവയാണ്. അത്തരത്തിലൊരു ആസനമാണ് വ്യാഘ്രാസനം. നമുക്ക് വ്യാഘ്രാസനം പരിചയപ്പെടാം. കൈകൾ രണ്ടും മടക്കി വലത് കൈ കൊണ്ട് ഇടത് കൈമുട്ടിൽ പിടിക്കുക. ഇടത് കൈ മടക്കി വലത് കൈമുട്ടിൽ പിടിക്കുക. രണ്ട് കൈകളും കാൽമുട്ടിന്റെ മുന്നിലായി തറയിൽ വയ്ക്കുക. മുട്ടിന് മുകളിലുള്ള കൈഭാഗം മുന്നിലേക്ക് നിവർത്തുക. കൈകുത്തി ശരീരത്തെ ഉയർത്തുക. 4 കാലിൽ നിൽക്കുന്നത് പോലെ കാലുകൾ അകറ്റി കൈകളുടെ അതേ അലൈൻമെന്റിൽ വെക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇടതുകാല് ഉയർത്തുക എന്നതിനോടൊപ്പം തലയും ഉയർത്തുക. കാല് മടങ്ങിയിരിക്കട്ടെ, കുറച്ചുകൂടെ ഉയരട്ടെ. എക്സേൽ ചെയ്തുകൊണ്ട് മുട്ട് തിരിച്ച് കൊണ്ടുവന്ന് മൂക്കിൽ സ്പർശിക്കുക. എക്സേൽ. എല്ലാവർക്കും സ്പർശിക്കാൻ കഴിയില്ല. എത്രയാണോ വരുന്നത് അത്രയും മതിയാവും. സാവധാനം താഴ്ത്തി വയ്ക്കുക. വലത് കാലിൽ ഇത് ആവർത്തിക്കുക. ഇൻഹേൽ. എക്സേൽ. തിരിച്ച് നെറ്റിയിൽ മുട്ടിൽ തൊടിയിക്കുക. നട്ടെല്ലിന് ഏറ്റവും വഴക്കം ലഭിക്കുന്ന ആസനമാണിത്. ബാക്ക് പെയിൻ ഉള്ളവർക്ക് ഏറ്റവും മികച്ച ആസനമാണ്. വയറ് കുറയുവാനും ആസനം ഏറ്റവും ഗുണപ്രദമാണ്. സാവധാനം കാല് താഴ്ത്തി വയ്ക്കുക. വജ്രാസനത്തിലേക്ക് മടങ്ങിപ്പോവുക. അവിടെ നിന്ന് ബാലാസനത്തിലേക്ക് വിശ്രമിക്കുക. സാവധാനം ഉയർന്നു വരിക. നട്ടെല്ലിന്റെ വഴക്കം ആരോഗ്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. പലർക്കും കുനിഞ്ഞ് തറയിൽ തൊടാനോ മുന്നോട്ട് കുനിഞ്ഞ് പൂർണ്ണമായി തറയിൽ സ്പർശിക്കുവാനോ കഴിയാറില്ല. അങ്ങനെയാണെങ്കിൽ നട്ടെല്ലിന് വഴക്കമുണ്ടാക്കാൻ സാധിക്കുന്ന ഒരാസനം പരിശീലിക്കാം. കുട്ടികൾ പോലും പ്രയാസപ്പെട്ടാണ് മുന്നോട്ട് കുനിഞ്ഞു തൊടുന്നത്. വയറ് കുറയ്ക്കുവാനും അതോടൊപ്പം നട്ടെല്ലിന് കൂടുതൽ വഴക്കം സൃഷ്ടിക്കുവാനും വയറിനുള്ളിലെ എല്ലാ ഓർഗാൻസിനും കൂടുതൽ മികവ് ഉണ്ടാക്കുവാനും കഴിയുന്ന ഒരു ആസനമാണ് പശ്ചിമോത്താനാസനം. അപ്പോൾ നമുക്ക് പശ്ചിമോത്താനാസനം പരിചയപ്പെടാം. കൈകൾ സാവധാനം മുന്നിലേക്ക് വയ്ക്കുക, മടിയിൽ വയ്ക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കൈകൾ വശങ്ങളിലൂടെ ഉയർത്തുക. ഇൻഹേൽ. കൈപ്പത്തി മുന്നിലേക്കായിരിക്കും. എക്സേൽ ചെയ്തുകൊണ്ട് മുന്നിലേക്ക് കുനിഞ്ഞ് കാൽപാദത്തിൽ പിടിക്കുക. എക്സേൽ. നെറ്റിയോ താടിയോ മൂക്കിൽ സ്പർശിക്കുവാൻ ശ്രമിക്കുക. കഴിയാത്തവർ അതിനുവേണ്ടി ശ്രമിക്കരുത്. എത്രയാണോ പറ്റുന്നത് അത്രയും ശ്രമിച്ചാൽ മതിയാകും. വയറ് കുറയ്ക്കുവാനും ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷനും ഇത് വളരെ പ്രയോജനപ്രദമാണ്. ഇന്റേണൽ ഓർഗാൻസ്, അബ്ഡമനിലെ ഇന്റേണൽ ഓർഗാൻസിന് കൂടുതൽ മസാജ് ലഭിക്കുന്നു. അതിലൂടെ അതിൻ്റെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടും. ഇൻഹേൽ. തിരിച്ചു വരിക. കൈകൾ മുന്നിലൂടെ ഉയർത്തി. ഇൻഹേൽ.
എക്സേൽ ചെയ്തുകൊണ്ട് സാവധാനം താഴ്ത്തിക്കൊണ്ടുവരിക. എക്സേൽ. കൈകൾ രണ്ടും പിന്നിലേക്ക് കുത്തി അല്പ പിന്നിലേക്ക് മറിഞ്ഞ് തല അല്പം ഉയർത്തി കാലുകൾ അകറ്റി വച്ച് വിശ്രമിക്കുക. ഇരുന്നു കൊണ്ടുള്ള വിശ്രമാസനം. യോഗ പരിശീലനത്തിൻ്റെ അടുത്ത ഘട്ടം പ്രാണായാമമാണ്. പൂർണ്ണമായ പ്രാണായാമം നമുക്ക് പരിശീലിക്കുക വളരെ പെട്ടെന്ന് അസാധ്യമാണ്. 1-2 എപ്പിസോഡുകൾ കൊണ്ടോ അല്ലെങ്കിൽ 1-2 പരിശീലനം കൊണ്ടോ പ്രാണായാമം പരിശീലിക്കുക അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ ലളിതമായ ഒരു ശ്വസനക്രിയയാണ് നാം ഇവിടെ പരിചയപ്പെടുത്തുന്നത്. എന്തിനാണ് ശ്വസനക്രിയ? നമ്മുടെ ലങ്സിൻ്റെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുവാനാണ്, പൾമിനറി കപ്പാസിറ്റി വർദ്ധിക്കുവാനാണ്. ഇന്നത്തെ കോവിഡ് കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഡോക്ടേഴ്സ് പറയുന്നത് നമ്മുടെ ശ്വാസകോശത്തിൻ്റെ ശക്തിയെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അത്തരത്തിൽ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളെ മാറ്റി ശ്വാസകോശത്തിന് കൂടുതൽ ശക്തി പകരുന്ന ശ്വസനക്രിയയാണ് നാം പരിശീലിക്കുന്നത്. അപ്പോൾ നമുക്കത് പരിശീലിക്കാം. കാലുകൾ സാവധാനം മടക്കി വയ്ക്കുക. സുഖാസനത്തിൽ പ്രാണായാമമാണ്. സാധാരണ രീതിയിൽ തുടക്കക്കാർ ഈ രീതിയിൽ ഇരുന്നാൽ മതിയാകും. അല്ലാതെ വജ്രാസനത്തിൽ ഇരിക്കാൻ സാധിക്കും. വജ്രാസനത്തിൽ ഇരുന്ന് നമുക്ക് പ്രാണായാമം ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ ഏറ്റവും മികച്ച ആസനമായ പത്മാസനത്തിലും ഇരിക്കാവുന്നതാണ്. പത്മാസനത്തിൽ ഇരിക്കാൻ കഴിയുന്നവർ മാത്രമേ പത്മാസനത്തിൽ ഇരിക്കാവൂ. അല്ലാത്തവരെല്ലാം തന്നെ സുഖാസനത്തിലോ വജ്രാസനത്തിലോ ഇരിക്കേണ്ടതാണ്. ഇടതു കൈ ചിന്മുദ്ര, ചൂണ്ടുവിരലും പെരുവിരലും തമ്മിൽ ചേർത്ത് വയ്ക്കുക. ചൂണ്ടുവിരലിൻ്റെയും പെരുവിരലിൻ്റെയും അഗ്രങ്ങൾ പരസ്പരം ടച്ച് ചെയ്തിരിക്കും. 3 വിരലുകൾ മുന്നിലേക്ക് നിവർന്നിരിക്കും. വലത് കൈയുടെ ചൂണ്ടുവിരലും നടുവിരലും മടക്കി തള്ളവിരലിനടിയിലായി സ്പർശിച്ചു വെക്കുക. തള്ളവിരൽ കൊണ്ട് വലത് മൂക്ക് അടച്ചു പിടിക്കുക. ഇടതു മൂക്കിലൂടെ ഇൻഹേൽ എന്ന് പറയുമ്പോൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. മറ്റ് 2 വിരൽ കൊണ്ട് ഇടതു മൂക്ക് ക്ലോസ് ചെയ്യുക. ബലം പ്രയോഗിക്കേണ്ടതില്ല. ഇനി വലതു മൂക്ക് ഓപ്പൺ ചെയ്തിട്ട് എക്സേൽ, ശ്വാസം പുറത്തേക്ക് വിട്ടു. ഇനി ഇടതു മൂക്കിലൂടെ ഇൻഹേൽ, ഇടതു മൂക്ക് ക്ലോസ് ചെയ്യുക. വലതു മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. എക്സേൽ. ലെഫ്റ്റ് ഇൻഹേൽ, ലെഫ്റ്റ് ക്ലോസ്, റൈറ്റ് എക്സേൽ, റൈറ്റ് ഇൻഹേൽ, റൈറ്റ് ക്ലോസ്, ലെഫ്റ്റ് എക്സേൽ, ലെഫ്റ്റ് ഇൻഹേൽ, ലെഫ്റ്റ് ക്ലോസ്, right inhale, right close, left exhale. കൈ സാവധാനം താഴ്ത്തിയിടുക. കണ്ണുകൾ അടച്ച് തന്നെ ശ്വാസത്തിൽ ശ്രദ്ധിക്കുക. ആസനങ്ങളും പ്രാണായാമങ്ങളും എല്ലാം ചെയ്തു കഴിഞ്ഞാൽ നാം തുടക്കത്തിലേ പറഞ്ഞു, വാമിംഗ് അപ്പ് എക്സസൈസ്, കണ്ണിൻ്റെ എക്സസൈസ്, ആസനങ്ങൾ, പ്രാണായാമം, ഇത്രയും നമ്മൾ പരിശീലിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ശാന്തമായ ശരീരത്തെയാണ്. കുറച്ച് എക്സസൈസ് ചെയ്ത് ശരീരം ചെറുതായെങ്കിലും ഒന്ന് ഡിസ്റ്റർബ് ആകാറുണ്ട്. ആ ഡിസ്റ്റർബൻസ് മാറ്റി ശരീരത്തിനെ പൂർണ്ണമായി ശാന്തമാക്കി കൂടുതൽ എനർജി നൽകുന്ന ഒരു രീതിയാണ് യോഗനിദ്ര. വിശ്രമാസനത്തിൽ നിന്ന്, കിടന്നുകൊണ്ടുള്ള വിശ്രമാസനത്തിൽ നിന്ന് ശരീരത്തെ പൂർണ്ണമായും റിലാക്സ് ചെയ്യുന്ന രീതിയാണ് ഇത്. ഇതിലൂടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഊർജം കൂടുതൽ വർദ്ധിക്കുന്നു. മനസ്സിൻ്റെ പോസിറ്റീവ്നെസ് വർദ്ധിക്കുന്നു. നമുക്കപ്പോൾ യോഗനിദ്രയിലേക്ക് പോകാം. ശരീരം പൂർണ്ണമായും അയച്ചിടുക. ശരീരത്തിൻ്റെ ഓരോ ഭാഗമായും റിലാക്സ് ആകുന്നതായി
ഇമാജിൻ ചെയ്യുക. I am relaxing my feet. My feet is relaxed. I am relaxing my ankles. My ankles are relaxed. I am relaxing my calf muscles. My calf muscles are relaxed. I am relaxing my knees. My knees are relaxed. I am relaxing my thigh muscles. My thigh muscles are relaxed. I am relaxing my abdomen. My abdomen is relaxed. I am relaxing my chest and heart. My chest and heart are relaxed. I am relaxing my shoulders, hands and fingers. My shoulders, hands and fingers are relaxed. I am relaxing my spine. My spine is relaxed. I am relaxing my back. My back is relaxed. I am relaxing my neck. My neck is relaxed. I am relaxing my head. My head is വലത് കൈ ഉയർത്തി വലത് സൈഡ് ചരിഞ്ഞ് മുട്ടുമടക്കി സാവധാനം എഴുന്നേറ്റ് കണ്ണുകൾ തുറക്കാതെ കാലുകൾ മടക്കിയിട്ട് ശ്വാസത്തിൽ ശ്രദ്ധിച്ചിരിക്കുക. ഇൻഹേൽ, എക്സേൽ. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ പോസിറ്റീവ് എനർജി ശരീരത്തിനകത്തേക്ക് നിറയുന്നതായി ഇമാജിൻ ചെയ്യുക. എക്സേൽ, ഇൻഹേൽ, പോസിറ്റീവ് എനർജി ശരീരത്തിനകത്തേക്ക് നിറയുന്നു. എക്സേൽ, കൈകൾ രണ്ട് നമസ്തേ പൊസിഷൻ. റബ് യുവർ ഹാൻഡ്സ്, മസാജ് യുവർ ഫേസ്. Again, rub your hands. കണ്ണിന് മുകളിലേക്ക് കൈവെക്കുക. മനസ്സുകൊണ്ട് പറയുക, എൻ്റെ ശരീരവും മനസ്സും പൂർണ്ണ ആരോഗ്യമുള്ളതാണ്. ഐ ആം ഓൾവേസ് ഹാപ്പി. ഈ ലോകത്തിന് നന്മകൾ ചെയ്യുവാൻ കഴിവുള്ളവനാണ് ഞാൻ. ഐ ആം ഓൾവേസ് ഹാപ്പി. ഐ ആം ഓൾവേസ് ഹാപ്പി. സ്ലോലി സ്ലോലി ഓപ്പൺ യുവർ ഐസ്. ഹാവ് എ നൈസ് ഡേ. വീഡിയോ കണ്ട് സമ്മാനം നേടാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ ഇതാ നിങ്ങൾക്കായി ഒരു സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. കേരള ഒളിമ്പിക് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ സായി LNCP സഹകരണത്തോടുകൂടി നടത്തുന്ന സ്റ്റേ ഫിറ്റ് എന്ന ഓൺലൈൻ പ്രോഗ്രാം കണ്ട് ദിവസവും അതിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ശരി ഉത്തരം ഞങ്ങൾക്ക് അയച്ചു തരിക. ശരി ഉത്തരം ആദ്യം അയക്കുന്ന 100 വിദ്യാർത്ഥികൾക്ക് കേരള ഒളിമ്പിക് അസോസിയേഷൻ നൽകുന്ന സർട്ടിഫിക്കറ്റാണ് ലഭ്യമാകുക. ഓരോ മാസവും ഏറ്റവും അധികം ശരി ഉത്തരം നൽകുന്ന 100 വിദ്യാർത്ഥികൾക്ക് പ്രത്യേക സമ്മാനമുണ്ടായിരിക്കും. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കുന്ന 100 സ്കൂളുകൾക്ക് കേരള ഒളിമ്പിക് അസോസിയേഷൻ നൽകുന്ന പ്രത്യേക സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കും. വിജയികളുടെ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് കേരള ഒളിമ്പിക് അസോസിയേഷൻ്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിലാണ്. ഉത്തരങ്ങൾ അയക്കേണ്ട ഇമെയിൽ വിലാസം ശ്രദ്ധിക്കുക. KERALASOA1@gmail.com. കേരള ഒളിമ്പിക് അസോസിയേഷൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വൈകാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഒളിമ്പിക് വീഡിയോകൾ അതിവേഗം ലഭ്യമാകാൻ ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. കേരള ഒളിമ്പിക് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ സായി LNCP സഹകരണത്തോടുകൂടി നടത്തുന്ന ഓൺലൈൻ പ്രോഗ്രാമായ സ്റ്റേ ഫിറ്റിൻ്റെ ഇന്നത്തെ കോൺടെസ്റ്റിലെ ചോദ്യമിതാ.
യോഗ പരിശീലനത്തിന് വ്യത്യസ്ത രീതികളുണ്ട്. നാം ഇന്നൊരു ലളിതമായ രീതിയാണ് ഇവിടെ അവതരിപ്പിച്ചത്. ഈ സെഷനിൽ നാം പരിചയപ്പെടുത്തിയ ഈ രീതികൾ കൃത്യമായി പരിശീലിക്കുകയാണെങ്കിൽ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ശക്തി വർദ്ധിക്കുന്നതോടൊപ്പം മനസ്സിനും ശരീരത്തിനും ശാന്തതയും നമുക്ക് നേടാൻ സാധിക്കും. ഇനി നമുക്ക് മറ്റൊരു സെഷനിൽ വീണ്ടും കാണാം. സ്റ്റേ സേഫ്, സ്റ്റേ ഫിറ്റ്. കായികാരവം സദാ കവിതയായി ജ്വാലയാം തിരി ഇതാ തെളിമയായി മനസ്സാകെയുണരാൻ കാത്ത് നിന്ന് ചാരേ ഒരുതി മുന്നേറും തണലിനാരോഗ്യം മനതാര് വിടരാൻ നേരമിഴിയായി ഇവിടിതാ തുടങ്ങയായി. ഓ